വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഉണ്ടോ? പ്രത്യേകിച്ച് വലിയ മെഷീൻസ് ഒന്നും വാങ്ങിക്കാതെ, നമ്മൾ പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് ഒന്നും ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് കേട്ടോ നമ്മളുടെ റീപാക്കിംഗ് ബിസിനസ് എന്നുള്ളത്. ഇപ്പോൾ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് റീപാക്കിംഗ് ബിസിനസ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് റീപാക്കിംഗ് ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ച, മാർക്കറ്റിൽ നിന്നോ അതല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നോ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽക്കുന്ന ബിസിനസ് ആണ് റീപാക്കിംഗ് ബിസിനസ് എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇടുക്കിയിലൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നതാണ് അല്ലെ നമ്മുടെ സ്പൈസസ് എന്നുള്ളത്. അപ്പോൾ അതായത് നമ്മളുടെ ഏലക്ക, ഗ്രാമ്പു അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ. അപ്പോൾ എനിക്ക് ഇടുക്കിയിൽ ഇത് അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് തന്നെ നല്ല നല്ല ഐറ്റംസ് കിട്ടും അല്ലെ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ ബ്രാൻഡ് നെയിമിൽ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഇതെനിക്ക് ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് വഴി ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി അതുകൂടാതെ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരുപാട് ജില്ലകളിലോട്ട് എനിക്കിത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പൊ കോഴിക്കോട് ജില്ലകളിലൊന്നും അധികമായിട്ടൊന്നും ഈ സ്പൈസസ് കിട്ടുന്നില്ല അല്ലെ. അപ്പോൾ അങ്ങനെ മറ്റു ജില്ലകളിലോട്ടൊക്കെ എനിക്കിത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പൈസസിന്റെ കാര്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് ക്ലീനിങ് ലിക്വിഡ്, ഉണക്കമീന്, അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇത്തരത്തിൽ റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റീപാക്കിംഗ് ബിസിനസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ വലിയ മെഷീനും വലിയൊരു ലേബറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇത്തരത്തിൽ ചെറുതായിട്ട് റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ബിസിനസ്സിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരിക്കലും ആലോചിക്കാത്ത ഒരു പ്രോബ്ലം ആണല്ലേ ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ളത്. ക്രെഡിറ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പൊ നമ്മൾ ഷോപ്പിൽ ബൾക്കായിട്ട് പ്രോഡക്റ്റ് കൊടുക്കുന്നു, എന്നാൽ ആ ഒരു ഷോപ്പുകാരെ ശരിയായ രീതിയിൽ നമുക്ക് എമൗണ്ട് പേ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളുടെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലും ഇല്ല അല്ലെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ബിസിനസ്സിനകത്തുണ്ട്. അപ്പൊ ഈ റീപാക്കിംഗ് ബിസിനസ് നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ബിസിനസ്സിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതും അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മളൊരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ പോലെ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് സ്റ്റാർട്ടിങ്ങിൽ റീപാക്കിംഗ് ബിസിനസ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് റീപാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നു. അപ്പൊ നമുക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ലൈസൻസ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാ ഐറ്റംസും ഇത്തരത്തിൽ റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. എല്ലാ ഐറ്റംസും നമുക്ക് റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. വീട്ടിലൊക്കെ ലൈസൻസ് കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മൾ റീപാക്ക് ചെയ്യുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ലൈസൻസ്, രജിസ്ട്രേഷൻസ്, ട്രെയിനിങ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റുകളെ നമുക്ക് റീപാക്ക് ചെയ്യാം, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം ലൈസൻസ്, രജിസ്ട്രേഷൻസ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്, വീട്ടിൽ റീപാക്ക് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഡിഫറെന്റ് ടൈപ്പ് റീപാക്കിംഗ് മെഷീന്റെ ഡീറ്റെയിൽസ്, എങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, നോർമൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ട്രെയിനിങ് സെക്ഷനകത്ത് വരുന്നുണ്ട്. വെറും 999 റുപ്പീസ് മാത്രമാണ് കേട്ടോ ട്രെയിനിങ്ങിന് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ റീപാക്കിംഗ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് തരുന്നത്. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് ക്ലാസ് കാണാനും പഠിക്കാനുമായിട്ട് സാധിക്കും. ഒപ്പം സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്റ്റാഫ് ഉണ്ടായിരിക്കും. സ്റ്റാഫിനോട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ലൈസൻസ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു റീപാക്കിംഗ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കേട്ടോ.